ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജ്യൂട്യൂട്ടർ. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം എന്ന ചാലഞ്ച് ഏറ്റെടുത്തിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്തായാലും ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്നവരാണ് എങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഷുവർ ആൻഡ് സർട്ടൻ യു വിൽ ലേൺ ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പഠിക്കും എന്നുള്ളത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അതെന്താ അങ്ങനെ പറയണേന്നല്ലേ? ബിക്കോസ് നമ്മളെല്ലാം മലയാളികളാണ്. മലയാളത്തിൻ്റെ അത്ര കടുത്ത ഭാഷയാണോ ഇംഗ്ലീഷ്? ഒരിക്കലുമല്ല. മലയാളം ഇതുപോലെ പച്ചവെള്ളം പോലെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ഓൾസോ ക്യാൻ ടോക്ക് ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷിലും ഇതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമുക്കൊരു കോൺവെർസേഷൻ ടോക്ക് ആവാം. ഇന്നൊരു കോൺവെർസേഷൻ സ്റ്റൈലിലാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, സിറ്റുവേഷൻ: മീറ്റിംഗ് സംവൺ ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മൾ ആരെയോ പുതിയൊരാളെ നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് എങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? മീ: ഹായ്, വാട്ട് ഈസ് യുവർ നെയിം? യു: മൈ നെയിം ഈസ് അമ്മു. മീ: നൈസ് ടു മീറ്റ് യു. വെർ ആർ യു ഫ്രം? യു: ഐ ആം ഫ്രം കൊച്ചി. അങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഹായ്, വാട്ട് ഈസ് യുവർ നെയിം. ഇനി ഇത് വാട്ട്സ് യുവർ നെയിം എന്നും ചോദിക്കാം. ഓക്കെ, വാട്ട്സ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം രണ്ടും കറക്റ്റാണ്. അതിനുശേഷം നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി പറയും എൻ്റെ പേര് അമ്മു എന്നാണ്, അല്ലെങ്കിൽ എന്താണോ പേര് അത് പറയും. അതിനുശേഷം ഞാൻ പറയുകയാണ് നൈസ് ടു മീറ്റ് യു. എന്താ നൈസ് ടു മീറ്റ് യു? നിങ്ങൾ കണ്ടതിൽ സന്തോഷം എന്ന് പറയില്ലേ, അതാണ് നൈസ് ടു മീറ്റ് യു. വെർ ആർ യു ഫ്രം? നിങ്ങളുടെ വീട് എവിടെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണ് വരുന്നേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ വ്യക്തി ആദ്യം പറയുക താങ്ക് യു, അല്ലെങ്കിൽ നൈസ് ടു മീറ്റ് യു ടു, ഇങ്ങനെ പറയാം. അതിനുശേഷം ഒന്നെങ്കിൽ താങ്ക് യു പറഞ്ഞാലും മതി. അതിനുശേഷം ഐ എം ഫ്രം കൊച്ചി, അല്ലെങ്കിൽ ഞാൻ വരുന്നത് ഏതാ സ്ഥലം നിങ്ങൾ വരുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നു. ഓക്കെ, വാട്ട് ഡു യു ഡു? യു: ഐ ആം എ സ്റ്റുഡൻറ്റ് ഓർ ടീച്ചർ ഓർ എക്സെട്ര. മീ: ഹൗ ആർ യു ടുഡേ? യു: ഐ എം ഫൈൻ, ഐ എം ഗുഡ്, ഐ എം എ ലിറ്റിൽ ടയേർഡ്. അപ്പോൾ ഞാൻ ആ അപരിചിതനോട്, പുതിയ വ്യക്തിയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറയും ഐ ആം ഞാനൊരു ഒന്നെങ്കിൽ പഠിക്കുകയാണെങ്കിൽ സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് വർക്കാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ടീച്ചറിന് എഴുതി. അപ്പോൾ എന്ത് വർക്കാണ് ചെയ്യുന്നത്, ആ വർക്ക് അവിടെ അതെന്താണോ അത് എഴുതുന്നു. അതിനുശേഷം ഞാൻ ചോദിക്കുകയാണ് ഹൗ ആർ യു ടുഡേ? നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ, സുഖമാണോ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒന്നെങ്കിൽ ഐ എം ഫൈൻ എന്ന് പറയാം. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ, ഹൗ ആർ യു? ഐ എം ഫൈൻ. ഐ എം ഫൈന് പകരം ഐ എം ഗുഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ എം എ ലിറ്റിൽ ടയേർഡ്, നിങ്ങൾക്ക് വയ്യ. അപ്പോൾ അപരിചിതൻ പറയുകയാണ് എനിക്ക് ചെറിയതായിട്ട് വയ്യായി ഉണ്ടെങ്കിൽ, സുഖമില്ല എങ്കിൽ ഐ എം എ ലിറ്റിൽ ടയേർഡ്, അങ്ങനെ പറയാം. ഇനി ഇതിൻ്റെ ലാസ്റ്റ്, ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ വലിയൊരു കോൺവെർസേഷൻ വേറെ തരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് സെൻറ്റൻസസുകൾ നമുക്ക് പഠിക്കാം. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഞാൻ കുറച്ച് സെൻറ്റൻസസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, 2-3 വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ ആൻസറായിട്ട് പറയേണ്ടത് ഫുൾ സെൻറ്റൻസിലാണ്. ഓക്കെ, ഫുൾ സെൻറ്റൻസിൽ ആൻസർ പറയാൻ ശ്രമിക്കൂ. റിപ്ലൈ ടു മീ യൂസിങ് ഫുൾ സെൻറ്റൻസസ്. മനസ്സിലായില്ലേ? ഞാൻ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾ എന്നോട് കറക്റ്റ് എന്നൊന്നുമില്ല, ആൻസർ ഫുൾ സെൻറ്റൻസിൽ പറയണം. വാട്ട് ഈസ് യുവർ നെയിം? വെർ ആർ യു ഫ്രം? വാട്ട് ഡു യു ഡു? ഹൗ ആർ യു ടുഡേ? ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എഴുതിയതാണ്. അങ്ങനെ പുതിയ കുറച്ച് സെൻറ്റൻസസ് പഠിക്കുന്നതിന് മുൻപ് ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ടിപ്സുകൾ പറഞ്ഞു തരട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഓൾവേസ് സ്പീക്ക് ഇൻ ഫുൾ സെൻറ്റൻസ്, നോട്ട് 1 word.
നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ അല്ലേ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണല്ലോ, അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ശ്രമിക്കണം അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൊണ്ടല്ല ശ്രമിക്കേണ്ടത്. നിങ്ങൾക്കറിയില്ലെങ്കിലും ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക. ഡോണ്ട് വറി അബൌട്ട് മിസ്റ്റേക്സ്, സ്പീക്കിംഗ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് വറി അബൌട്ട് മിസ്റ്റേക്സ്. അപ്പം നിങ്ങൾ മിസ്റ്റേക്സ്, അയ്യോ ഞാൻ പറയുന്നത് തെറ്റുമോ അങ്ങനെയുള്ള മിസ്റ്റേക്സ് സംഭവിക്കുമോ എന്ന് പേടിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? സംസാരിച്ചു കൊണ്ടേയിരിക്കുക. സംസാരിക്കുന്നതിലാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പോകുന്നത്. റിപ്പീറ്റ് ദ സെൻറ്റൻസസ് അലൗഡ് 3 times. നമ്മളിനി പഠിക്കാൻ പോകുന്ന ഓരോ സെൻറ്റൻസസും 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അതും പതുക്കെ സ്വകാര്യമായിട്ടല്ല, കുറച്ച് ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ശബ്ദം മതി, ഇത്രയും ശബ്ദത്തിലൊക്കെ നിങ്ങൾ ഒന്ന് സംസാരിച്ച് നോക്കുക. ഒരു 3 സെൻറ്റൻസസ് നിങ്ങൾക്ക് ലൗഡ്ലി പറയാനായിട്ട് ഒരു പ്രാക്ടീസിന് വേണ്ടി തരാം. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ഐ വാണ്ട് ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി. നിങ്ങളുടെ ആവശ്യമാണ്. എന്താണ് ആവശ്യം? ഞാൻ, വാണ്ട് വേണം, എനിക്ക് വേണം. എന്താണ് വേണ്ടത്? ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി. ഫ്ലുവൻ്റായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇംഗ്ലീഷ് നമുക്കിങ്ങനെ ചെറുപ്പറാന്ന് മലയാളം സംസാരിക്കുന്ന കൂട്ട് വെള്ളം പോലെ സംസാരിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വാണ്ട്, എനിക്ക് വേണം. ഐ വിൽ പ്രാക്ടീസ് എവറി ഡേ. അതിനുശേഷം ഐ വിൽ. എന്താ ഇവിടെ വില്ല് വരാൻ കാരണം ഞാൻ എന്നും ചെയ്യും എന്നാണ് പറയുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്? പ്രാക്ടീസ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. ഇത് ഇംഗ്ലീഷ് വെറുതെ സെൻറ്റൻസിന് വേണ്ടി മാത്രം എഴുതിയതല്ല, നിങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിലോട്ട് വേണ്ടി തന്നതാണ്. എല്ലാ ദിവസവും ഞാൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, എങ്കിൽ നമുക്ക് ഷുവർ ആൻഡ് സർട്ടൻ നമുക്ക് എന്താ പറയുക, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ്റെ സംഭവം ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട്, ഓർമ്മപ്പെടുത്താനായിട്ടാണ്. മൈ നെയിം ഈസ് രശ്മി. I am from Kerala. I live in Kochi. I am a student. I am learning English. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ സെൻറ്റൻസസ് വെറുതെ കേട്ടിരുന്നാൽ പോരാ. ആ രശ്മി എന്നുള്ളത്, നിങ്ങളൊക്കെ രശ്മികളാണോ? അല്ലല്ലോ. നിങ്ങളൊക്കെ കൊച്ചിയിൽ നിന്നാണോ? അല്ലല്ലോ. അപ്പം നിങ്ങളുടെ സ്ഥലം വെച്ച് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയേ. ഈ സെൻറ്റൻസ് ഞാൻ പറഞ്ഞത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ മാറ്റി റിപ്പീറ്റ് ചെയ്യേ. ഇനി ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സെൻറ്റൻസസുകളാണ് ഇനി പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷം വരും, സങ്കടം വരും, ദേഷ്യം വരും ഇല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്തൊക്കെ കുറച്ച് സെൻറ്റൻസസ് നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ട്, അത് ഇംഗ്ലീഷിലോട്ട് നമുക്ക് മാറ്റി പറയാം. ഐ എം ഹാപ്പി ടുഡേ. എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. ഐ എം എ ലിറ്റിൽ ടയേർഡ്. എനിക്കിന്ന് ചെറിയ എന്തോ ഒരു വയ്യായ പോലെ തോന്നുന്നു. ഐ ഫീൽ ഗുഡ്. ഞാൻ ഓക്കെയാണ്, എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്, ഇന്ന് ഞാൻ ഓക്കെയാണ് എന്ന് പറയുന്നില്ലേ. ഐ എം എക്സൈറ്റഡ്. എനിക്ക് ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യം, എന്തോ ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു ട്രിപ്പിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു മൂവിക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ നമ്മളിനെ എക്സൈറ്റ്മെൻറ്റ് ചെയ്യിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഐ എം എക്സൈറ്റഡ്. ഐ എം നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് അത്രയ്ക്കും സുഖം തോന്നുന്നില്ല. ഓക്കെ, ഈ സെൻറ്റൻസുകൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാനേ വേണം. ഓക്കെ, ചില സമയത്ത് നമ്മളത് മൈൻഡിൽ വെക്കണം. നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് അപ്പോൾ അത് നിങ്ങൾ പഠിക്കും. ഇനി സെക്കൻഡ് ഡേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഒന്നും കൂടി ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ഡെയിലി റൂട്ടീൻ, എ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് നോക്കാം. ഐ വേക്ക് അപ്പ് ഏർലി. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു. ഐ ബ്രഷ് മൈ ടീത്ത്. ഞാൻ പല്ല് തേക്കും. ഐ ടേക്ക് എ ബാത്ത്. ഞാൻ കുളിക്കും. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഐ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിലോട്ട് പോകും. അപ്പോൾ സ്കൂളിലേക്ക് പോകുമെന്നുള്ളത് ഐ ഗോ ടു വർക്ക്. ഞാൻ ജോലിക്ക് പോകും എന്നെഴുതാം. അതുപോലെ ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് നമ്മുടെ സ്റ്റഡിയുടെയും വർക്കിനെയൊക്കെ കുറിച്ച് എന്തെങ്കിലും സെൻറ്റൻസ് നമ്മൾ ഡെയിലി സംസാരത്തിൽ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ. ഐ സ്റ്റഡി എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും പഠിക്കും. ഐ റീഡ് ബുക്സ്. ഞാൻ ബുക്സ് വായിക്കും. ഐ റൈറ്റ് നോട്ട്സ്. ഞാൻ നോട്ട്സ് എഴുതും.
I complete my homework. ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യും. I listen to my teacher. ഞാൻ ടീച്ചർ പറയുന്നത് കേൾക്കും. ഇനി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ്, ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഐ എം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു. ഐ എം തേഴ്സ്റ്റി, എനിക്ക് ദാഹിക്കുന്നു. ഐ ലൈക്ക് ടീ, എനിക്ക് ചായയാണ് ഇഷ്ടം. ഐ ഈറ്റ് റൈസ് എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും ചോറ് കഴിക്കും. ദ ഫുഡ് ഈസ് ടേസ്റ്റി, ഭക്ഷണം നല്ല രുചിയുണ്ട്. ദാറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഫുഡല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പറയുന്നതാണ് ദ ഫുഡ് ഈസ് ടേസ്റ്റി. ഇനി നമ്മളൊക്കെ സമയം നോക്കി സമയത്തിൻ്റെ ആൾക്കാരാണ് അല്ലേ. ഐ എം ഗോയിങ് നൗ, കുറച്ച് സെൻറ്റൻസസുകളാണ്. ഐ എം ഗോയിങ് നൗ, ഞാനിപ്പോൾ പോവുകയാണ്. ഐ വിൽ കം ലേറ്റർ, ഞാൻ പിന്നീട് വരാം. ഐ ആം ബിസി, ഞാൻ ബിസിയാണ്. ഐ ഹാവ് ടൈം, എനിക്ക് സമയമുണ്ട്. പ്ലീസ് വെയിറ്റ് ഫോർ മീ, എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇനി കുറച്ചധികം സെൻറ്റൻസസുകൾ കൂടി നമുക്ക് നോക്കാം, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. ഐ എം വാക്കിംഗ്, ഞാൻ നടക്കുന്നു. ഐ എം റണ്ണിങ്, ഞാൻ ഓടുന്നു. ഐ എം പ്ലേയിങ്, ഞാൻ കളിക്കുന്നു. ഐ എം വാച്ചിങ് ടി വി, ഞാൻ ടി വി കാണുന്നു. ഐ എം യൂസിങ് മൈ ഫോൺ, ഞാൻ ഫോൺ ഉപയോഗിക്കുന്നു. എന്താ ഇവിടെ പ്രത്യേകത? ഒക്കെ ഐ ആം, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഐ ആം, ഞാൻ ചെയ്യുന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഏതെങ്കിലും വെർബ് വെച്ചതിന് ശേഷം, നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ വെർബ് വെച്ചതിന് ശേഷം ing കൂടെ കൂട്ടിച്ചേരണം. ഓക്കെ, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. ദാറ്റ് ഈസ് ഗുഡ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കടയിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും, ഡ്രസ്സ് വാങ്ങിക്കാനാണ് പോകുന്നതെങ്കിൽ. അപ്പോൾ നമ്മളെന്ത് പറയും? റിപ്ലൈ ആയിട്ട് ഓ ദാറ്റ് ഈസ് ഗുഡ് എന്ന് പറയാം, നല്ലതാണെങ്കിൽ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം നോക്കിയാൽ ഓ ദാറ്റ് ഈസ് ഗുഡ്. നെക്സ്റ്റ്, പ്ലീസ് സേ ദാറ്റ് അഗെയിൻ. ചില സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മൾ കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് പറയുമോ എന്ന് പറയില്ലേ, അതാണ് പ്ലീസ് സേ ദാറ്റ് അഗെയിൻ. ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പം നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞത് മനസ്സിലായി എങ്കിൽ എനിക്ക് മനസ്സിലായി എന്ന് പറയില്ലേ, ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ചില സമയത്ത് പറയോ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയില്ലേ, ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, നമുക്ക് കുറച്ച് സെൻറ്റൻസസ് പറഞ്ഞു നോക്കിയാലോ. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഐ ആം ഇംപ്രൂവിങ്, ഞാൻ കുറേശ്ശെയായിട്ട് ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലേ, ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഐ ആം ലേണിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഞാൻ കുറേശ്ശെയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പഠിക്കുന്നത്. ഐ ആം ലേണിംഗ്, പഠിക്കുന്നു. ഓക്കെ. ഐ വിൽ നോട്ട് ഗിവ് അപ്പ്, ഞാൻ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു 5ാമത്തെ ദിവസമായി, ഓ എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല ഇത് എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്ത് പോകുന്നവരാണ്. അങ്ങനെ പോകും. അല്ല, ഡിറ്റർമൈൻ ചെയ്തിട്ട് ഞാനിത് ചെയ്യും, എനിക്ക് പറ്റും എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനേഷൻ ക്യാരക്ടർ ഉള്ളവർ പറയുന്ന സെൻറ്റൻസാണ് ഐ വിൽ നോട്ട് ഗിവ് അപ്പ്. എനിക്ക് പറ്റും, ഞാനിത് നിർത്താനൊന്നും പോകുന്നില്ല, ഞാൻ പഠിക്കാൻ തന്നെയാണ് പോകുന്നത്. ഐ വിൽ പ്രാക്ടീസ് എവറി ഡേ, എല്ലാ ദിവസവും ഞാൻ പ്രാക്ടീസ് ചെയ്യും. അത് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഐ വിൽ പ്രാക്ടീസ് എവറി ഡേ. നമ്മൾ ആദ്യം ഒരു കോൺവെർസേഷൻ പഠിച്ചില്ലേ, അത് വലിയൊരു സിമ്പിളായിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ ഒരു കോൺവെർസേഷനും കൂടി നമുക്കിന്ന് പഠിക്കാം. അതിന് വേണ്ടിയാണ് കുറേ സെൻറ്റൻസസ് ഒക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോൺവെർസേഷൻ എഴുതാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടോക്കിംഗ് എബൌട്ട് എ ഫാമിലി ട്രിപ്പ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് നമ്മളൊരു ഫാമിലി ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയുകയാണ്. അപ്പോൾ എന്തൊക്കെ പറയാം ഇംഗ്ലീഷിൽ, എങ്ങനെയൊക്കെ പറയാം നോക്കാം. ഫ്രണ്ട്: Hey, where were you yesterday? You: I went on a trip with my family. Friend: Oh, really? Where did you go? You: We went to Munnar. ഇവിടെ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളെ കണ്ടപ്പോൾ പറയാണ് ഹേയ്. അത് നമ്മൾ പറയില്ലേ, ഏയ് എന്ന് പറയുന്ന വിളിക്കില്ലേ, അത് തന്നെ. പിന്നെ വേർ,
എവിടെ. വേർ യു യെസ്റ്റർഡേ. ഇതെന്താ വേർ രണ്ട് വേർ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട് കേട്ടോ. WHERE വേർ എവിടെ. WERE വേർ അത് വേർ ആർ യു എന്ന് നമ്മൾ പറയില്ലേ. ഹൗ ആർ യു, വേർ ആർ യു. ഈ RAREയുടെ പാസ്റ്റ് ടെൻസ് ആണ് വേർ എന്ന് വെച്ചത് കഴിഞ്ഞു പോയി, നമ്മൾ ഇന്നലെ പോയതാ. അപ്പോൾ ഇന്നലത്തെ കാര്യമാണ് നിൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നത്. വേർ യു യെസ്റ്റർഡേ. ഇന്നലെ നീ എവിടെയായിരുന്നു. ആയിരുന്നു. ആയിരുന്നുവിന് വേണ്ടിയിട്ടാണ് ഇവിടെ വേർ വന്നിരിക്കുന്നത്. വേർ യു യെസ്റ്റർഡേ. വേർ ഈസ് യു പറയില്ല, വേർ ആർ യു പറയില്ല, ആർ യു പറയില്ല, ആറിന് പകരമാണ് വേർ യു പറയുന്നത്. ഓക്കെ, അത് കാരണം ഇന്നലത്തെ കാര്യമായതുകൊണ്ട്. അപ്പോൾ നീ എന്താ പറയുന്നത്? നമ്മൾ ആൻസർ പറയുകയാണ്, ഐ വെൻറ്റ് ഓൺ എ ട്രിപ്പ് വിത്ത് മൈ ഫാമിലി. അങ്ങനെ ഒരു സെൻറ്റൻസ് മലയാളത്തിൽ ആദ്യം എഴുതി വെച്ചോ. എന്നിട്ട് എങ്ങനെ പറയും? ഞാൻ. അത് ഞാൻ എന്താ ചെയ്തത്? ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ട്രിപ്പിന് പോയി. ഇവിടെ പോയി ആണ് വെർബ്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബ് വയ്ക്കാം. വെൻറ്റ് എന്താ ഇവിടെ? ഗോ എന്ന് പറയില്ലേ. ഗോ എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. ഇത് പോയി, കഴിഞ്ഞു പോയതിന് ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്. അപ്പോൾ വെൻറ്റ് ഓൺ എ ട്രിപ്പ്. വെൻറ്റ് കഴിയുമ്പോൾ എങ്ങനെയാണ് ഓൺ എ ട്രിപ്പ് വന്നത്? നമ്മൾ പഠിച്ചതാണ് അല്ലേ. വെൻറ്റിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ മതി. ഞാൻ പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ചോദിക്കുക, ഞാൻ പോയി. എവിടേക്ക് പോയി എന്നൊരു ചോദ്യം വെറുതെ ചോദിച്ചു നോക്കിയേ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എന്താ പറയുക? ട്രിപ്പിന് പോയി. അപ്പോൾ ആ ട്രിപ്പ് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ആൻസർ വന്നത്. അല്ലാണ്ട് ഫാമിലി പോയി എന്നാണോ പറയുക? ട്രിപ്പിന് പോയി എന്നല്ലേ. അപ്പോൾ അതാണ് നെക്സ്റ്റ് ആയിട്ട് വയ്ക്കുക, ഓൺ എ ട്രിപ്പ്. പിന്നെ ആരുടെ കൂടെയാണ് ലാസ്റ്റ് വരുന്നത്? എഴുതി ചേർക്കാം. വിത്ത് മൈ ഫാമിലി. ഫാമിലിയോടെ കൂടെ എന്ന് പറയുന്നതാണ് വിത്ത്. അപ്പോൾ ഫ്രണ്ട് പറയാണ്, ഓ റിയലി, വെർ ഡിഡ് യു ഗോ. ഓ ശരിക്കും, വെർ ഡിഡ് യു ഗോ, എവിടേക്കാണ് പോയത്? ഇവിടെ ഐ വെൻറ്റ് ടു മൂന്നാർ എന്നല്ല, വി ആണ്. കാരണം നമ്മൾ ഫാമിലി ആയിട്ടാണല്ലോ പോയത്. അപ്പോൾ വി വെൻറ്റ് ടു മൂന്നാറിലേക്ക് പോയി. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ ഞങ്ങൾ മൂന്നാറിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഫ്രണ്ട് എന്ത് പറയും? ദാറ്റ്സ് നൈസ്. ഓ നന്നായിട്ടുണ്ട്. ഹൗ വാസ് ദ പ്ലേസ്. അവിടുത്തെ സ്ഥലം എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ. ഹൗ വാസ് ദ പ്ലേസ്. അപ്പോൾ നിങ്ങൾ പറയും, ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ. അത് വളരെ ബ്യൂട്ടിഫുള്ളും നല്ല ഭംഗിയുള്ളതും പീസ്ഫുൾ സമാധാനം ശാന്തമായിട്ടുള്ളൊരു സ്ഥലവുമായിരുന്നു. അപ്പോൾ ഫ്രണ്ട് പറയാണ്, വെൻ ഡിഡ് യു സ്റ്റാർട്ട്. എപ്പോഴാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പോയത്, സ്റ്റാർട്ട് ചെയ്തത്? വി സ്റ്റാർട്ടഡ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞങ്ങൾ സ്റ്റാർട്ടഡ്. അവിടെ ചോദ്യത്തിൽ സ്റ്റാർട്ട് എന്നായിരുന്നു. അപ്പം നമ്മളത് ആൻസറിൽ വരുമ്പോൾ പാസ്റ്റ് ടെൻസിലേക്ക് എടുക്കും. സ്റ്റാർട്ടഡ് ഏർലി ഇൻ ദ മോർണിംഗ്. ഏർലി ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ. കഴിഞ്ഞ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് പഠിച്ചവർക്കറിയാം, മോർണിംഗിന് മുൻപ് നമ്മൾ എന്ത് വയ്ക്കണം? ഇൻ ദ. അപ്പോൾ ഫ്രണ്ട് പറയാണ്, ഹൗ ഡിഡ് യു ട്രാവൽ. എങ്ങനെയാണ് നിങ്ങൾ ട്രാവൽ ചെയ്തത്, യാത്ര ചെയ്തത്, എങ്ങനെ? ഹൗ. അപ്പോൾ ഫ്രണ്ട് അപ്പോൾ നമ്മൾ പറയാണ്, വി വെൻറ്റ് ബൈ കാർ. ഇവിടെ ബൈ ശ്രദ്ധിച്ചോ, ഒരു ബൈ. അപ്പം നമ്മൾ കാറിൽ പോയി, ഇൻ ദ കാർ എന്ന് പറയില്ല. ബൈ കാർ, ബൈ വാക്ക്, ബൈ ബൈക്ക്, ബൈ ബസ്, ബൈ ട്രെയിൻ. ഓക്കെ, അവിടെയൊക്കെ നമ്മൾ ബൈ ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫ്രണ്ട് പറയാണ്, ഹു ഓൾ വെൻറ്റ് വിത്ത് യു. ഹു ആര്, ഓൾ ആരൊക്കെ, വെൻറ്റ് വിത്ത് യു. ഹു ഓൾ ഗോ വിത്ത് യു എന്നല്ല, വെൻറ്റ് വിത്ത് യു. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു പാസ്റ്റ് ടെൻസ് വന്നു. കാരണം എന്താ? നിങ്ങൾ പോയി കഴിഞ്ഞതല്ലേ. അപ്പോൾ ആരൊക്കെ നിൻ്റെ കൂടെ വന്നിരുന്നു, പോയിരുന്നു എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? മൈ പാരൻറ്റ്സ് ആൻഡ് മൈ ബ്രദർ കെയിം വിത്ത് മീ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം കേട്ടോ. നമ്മളിവിടെ പറയുന്നത് എന്താ? മൈ പാരൻറ്റ്സ്, എൻ്റെ പാരൻസും ആൻഡ്, കാരണം എന്താ, ഒരു കൂട്ടരും കൂടി ഉണ്ട്, മൈ ബ്രദർ
കെയിം വിത്ത് യു. രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങൾ തമ്മിൽ അങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ആൻഡ് വരും അല്ലേ. എൻ്റെ പാരൻസും എൻ്റെ ബ്രദറും എന്ന് പറയുന്നില്ലേ, ആ ആണ് ഇവിടെ ആൻഡ്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ്, വാട്ട് ഡിഡ് യു ഡു ദേർ? എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ ചെയ്തത്? ചെയ്തതിൻ്റെ ഇംഗ്ലീഷാണ് ഡു. വാട്ട് ഡിഡ് യു ഡു ദേർ? നിങ്ങളവിടെ എന്തൊക്കെയാണ് ചെയ്തത്? അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? വി വിസിറ്റഡ് ടീ പ്ലാന്റേഷൻസ് ആൻഡ് ടുക്ക് മെനി ഫോട്ടോസ്. ഞങ്ങൾ വിസിറ്റഡ്, ഞങ്ങൾ പോയി. എന്തൊക്കെ കണ്ടേ? ഇവിടെ വി വിസിറ്റഡ് ആൻഡ് സോ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി കണ്ടു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളത് കാണാനാണ് പോയതെന്ന് അല്ലേ. അപ്പോൾ വിസിറ്റ് ചെയ്താൽ തന്നെ കണ്ടു എന്നുള്ള അർത്ഥം അവിടെ വരുന്നുണ്ട്. അപ്പോൾ വി വിസിറ്റഡ് ടീ പ്ലാന്റേഷൻസ് ആൻഡ് ടുക്ക് മെനി ഫോട്ടോസ്. ടേക്ക് അല്ല, ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു. മെനി ഫോട്ടോസ് എടുത്തു. മെനി എന്ന് പറഞ്ഞാൽ കുറേ ഫോട്ടോസ് എടുത്തു. അവിടെ ടേക്കിൻ്റെ പാസ്റ്റാണ് ടുക്ക്. അപ്പോൾ ഫ്രണ്ട് പറയാണ്, ഡിഡ് യു എൻജോയ് ദ ട്രിപ്പ്? നിങ്ങൾ ഈ ട്രിപ്പ് എൻജോയ് ചെയ്തോ? ഇവിടെ ചെയ്തോ എന്ന് ചോദിക്കുന്നില്ലേ. ചെയ്തു എന്നതിൻ്റെ മലയാളം എന്താ? ഡു. അപ്പോൾ ഡുവിൻ്റെ പാസ്റ്റാണ് ഡിഡ്. അത് ക്വസ്റ്റ്യൻ ആക്കി വരുമ്പോൾ ആ ഡിഡ് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. സെൻറ്റൻസിൻ്റെ ആദ്യം ഡിഡ് വരുമ്പോൾ അതൊരു ക്വസ്റ്റ്യനായി മാറും. അപ്പം ഞാൻ പറയും, യെസ് ഐ എൻജോയ്ഡ് ഇറ്റ് എ ലോട്ട്. യെസ്, അതെ ഞങ്ങൾ എൻജോയ് ചെയ്തു എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ശരിക്കും എന്ന് പറയില്ലേ. അപ്പോൾ യെസ്, പിന്നെ നമ്മൾ സബ്ജക്റ്റ് വെച്ചു ഐ, പിന്നെ വെർബ് വെച്ചു എൻജോയ്ഡ് ഇറ്റ് എ ലോട്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ചോദിക്കുകയാണ്, വാട്ട് ഡിഡ് യു ഈറ്റ് ദേർ? നമ്മൾ ചോദിക്കില്ലേ, നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ കഴിച്ചേ എന്നാണ് നെക്സ്റ്റ് ചോദ്യം. വാട്ട് ഡിഡ് യു കണ്ടോ, ഇവിടെ ഡിഡാണ് വന്നത്. കാരണം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു, ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അപ്പം നിങ്ങളെന്ത് പറയും? വി ഹാഡ് ലോക്കൽ ഫുഡ് ആൻഡ് ഹോട്ട് ടീ. അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ഫുഡും അതുപോലെ ഹോട്ട് ടീയും ആണ് കുടിച്ചത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഫുഡ്, രണ്ട് ടീ. രണ്ട് കാര്യങ്ങൾ ഒരേ പാറ്റേണിൽ, ഭക്ഷണമാണ് രണ്ടും. അപ്പോൾ ആ ഒരു ഫുഡിൻ്റെ ഐറ്റംസ് രണ്ടും വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ ആൻഡ് വെക്കേണ്ടി വന്നു. ഓക്കെ, നെക്സ്റ്റ് ഫ്രണ്ട് ചോദിക്കുകയാണ്, ഹൗ വാസ് ദ വെദർ എങ്ങനെയുണ്ടായിരുന്നു? കാലാവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ, ഹൗ. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ദ വെദർ വാസ് കൂൾ ആൻഡ് പ്ലസൻറ്റ്. ഇവിടെയും കണ്ടോ, രണ്ട് കാര്യങ്ങളാണ്, കൂൾ ആൻഡ് പ്ലസൻറ്റ്, തണുപ്പും അതുപോലെ പ്ലസൻറ്റ്, നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല ആസ്വദിക്കാൻ പറ്റിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. ഫ്രണ്ട് പറയാണ്, ഡിഡ് യു ബൈ എനിത്തിങ്? അപ്പോൾ ഫ്രണ്ട് എന്താ ചോദിക്കുന്നത്? ഡിഡ് യു, നീ എന്തെങ്കിലും വാങ്ങിച്ചോ? വാങ്ങിക്കുക, ഇംഗ്ലീഷ് എന്താ? ബൈ. ഇവിടെ ബൈയുടെ പാസ്റ്റാണ് ബോട്ട്. പക്ഷെ ഇവിടെ ബോട്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല ക്വസ്റ്റ്യനിൽ. കാരണം ഡിഡ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പാസ്റ്റ് ടെൻസ് എഴുതിയിട്ടുണ്ട്. രണ്ട് പാസ്റ്റ് എഴുതേണ്ട കാര്യമില്ല. ഡിഡ് എഴുതിയിട്ടുണ്ട്, അപ്പോൾ ബൈ ആണ് പിന്നെ എഴുതേണ്ടത്. ഡിഡ് യു ബൈ എനിത്തിങ്? ബൈയുടെ പാസ്റ്റ് ടെൻസ് ബോട്ട് എന്നാണ്, പക്ഷെ നമ്മളിവിടെ എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയില്ലേ? നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചോ? യു, യെസ് വി ബോട്ട് സം ചോക്ലേറ്റ്സ് ആൻഡ് സ്പൈസസ്. ഞങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുന്നതാണ് യെസ് വി ബോട്ട്. കണ്ടു, ഇവിടെ ചോദ്യത്തിൽ ബൈ എന്നാണെങ്കിൽ ആൻസറിൽ ബോട്ടാവുകയാണ്. ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു, ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങി. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ പഠിച്ചോളൂ കേട്ടോ. വി ബോട്ട് സം ചോക്ലേറ്റ്സ് ആൻഡ് സ്പൈസസ്. കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് സ്പൈസി ഐറ്റംസുമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഫ്രണ്ട്, ഹൗ ലോങ് ഡിഡ് യു സ്റ്റേ? എന്തോരം നേരം. ഹൗ ലോങ്, എന്തോരം, അതാണ് ഹൗ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം അല്ലെങ്കിൽ എന്തോരം എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഹൗ ലോങ്. ഹൗ ലോങ് ഡിഡ് യു സ്റ്റേ? നിങ്ങൾ എന്തോരം നേരം അവിടെ സ്റ്റേ എന്ന് പറഞ്ഞാൽ തങ്ങുക. അപ്പോൾ അവിടെ സ്റ്റേ പ്രസൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആൻസറിൽ സ്റ്റേ എന്തായി മാറും? സ്റ്റേയ്ഡ് ആവും, കാരണം പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ആൻസർ ചെയ്യുന്നത്.
വി സ്റ്റേഡ് ദെയർ ഫോർ 1 day. ഞങ്ങൾ അവിടെ ഒരു ദിവസം താമസിച്ചു. ഫ്രണ്ട്, വെൻ ഡിഡ് യു കം ബാക്ക്? നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വന്നത്? തിരിച്ചു വരിക, അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? തിരിച്ചു വരിക, കം ബാക്ക്. അപ്പോൾ വി കെയിം ബാക്ക് ഇൻ ദി ഈവനിങ്. ഇവിടെ കം എന്നാണ് ചോദിച്ചത്. നമ്മൾ ആൻസറിൽ എന്താക്കി? വി കെയിം. കെയിം എന്ന് പറയുമ്പോൾ കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കെയിം. വി കെയിം ബാക്ക് ഇൻ ദ ഈവനിങ്. ഇൻ ദ ഈവനിങ് ശ്രദ്ധിച്ചില്ല അത്? ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്. ഓക്കെ, ഇൻ ദ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ്, ഡിഡ് യു ഫീൽ ടയേർഡ്? നിങ്ങൾക്ക് വയ്യാണ്ടായോ? അപ്പം നിങ്ങളെന്ത് പറയും? യെസ് ബട്ട് ഐ വാസ് വെരി ഹാപ്പി. ടയേർഡായി. ബട്ട് എന്താ ഇവിടെ? ബട്ട് എന്നാൽ ഞാൻ വയ്യാണ്ടൊക്കെ ആയി, പക്ഷേ എന്ന് പറയില്ലേ, അതാണ് ബട്ട്. ഐ വാസ് വെരി ഹാപ്പി, എനിക്ക് വലിയ സന്തോഷമായി, കഴിഞ്ഞുപോയി, അതുകൊണ്ടാണ് ഐ വാസ് വെരി ഹാപ്പി. ഫ്രണ്ട്, ദാറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗ്രേറ്റ് ട്രിപ്പ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വലിയൊരു ട്രിപ്പ് അടിച്ചോണം ഫീൽ ചെയ്യുന്നു, അങ്ങനെ പറയില്ലേ? ദാറ്റ് സൗണ്ട്സ്. അപ്പോൾ നിൻ്റെ സന്തോഷം കേൾക്കുമ്പോൾ ദാറ്റ് സൗണ്ട്സ് ലൈക്ക് ഗ്രേറ്റ് ട്രിപ്പ്, ഒരു വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള ട്രിപ്പ് പോലെ തോന്നുന്നു. ലൈക്ക് എന്ന് പറയുന്നത് തോന്നുക എന്നതാണ് ലൈക്കിൻ്റെ അർത്ഥം. വേറെ ഇതേ സ്പെല്ലിങ്ങിൽ ഒരു ലൈക്കും കൂടി ഉണ്ട്, ഇഷ്ടം. LIKE, ലൈക്ക്, ഇഷ്ടം. അതുപോലെ ലൈക്ക് പോലെ. ഓക്കെ, ഈ ലൈക്കിന് 2 അർത്ഥങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ എന്ത് പറയും? യെസ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അതെ, ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനിയും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ Day 1 മുതലുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.